അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. നല്ല രുചിയുള്ളൊരു ഫില്ലിങ് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു വലിയ സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയതായിട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് സവാള ഞാനിവിടെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ഞാൻ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മീറ്റ് മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാലയോ ചിക്കൻ മസാല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണ്ടാത്തവരാണെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവും പച്ചമുളകിൻ്റെ അളവും നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആണെങ്കിലും ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെജിറ്റബിൾസും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. ഉപ്പും കൂടെ ഞാൻ ചേർത്ത് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ച് അടച്ച് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഇവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പ് മൈദയാണ്. 250 ml കപ്പിൽ ഒരു 2 കപ്പ് മൈദ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ മാവ് പച്ചവെള്ളത്തിലാണ് കുഴച്ചിട്ടെടുക്കുന്നത്. ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മയത്തിൽ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റോളം നമ്മൾ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ നമുക്ക് ഇതുപോലെ കുറച്ച് മൈദ തൂക്കി കൊടുത്തിട്ട് ഈ മാവിൽ നിന്ന് ചെറിയൊരു ഉരുളയോളം മാവ് എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയിട്ടെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായി പോവരുത്, അതുപോലെ ഒരുപാട് നൈസുമായിട്ട് പോവരുത്. ചെറിയൊരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു റൗണ്ട് പാത്രം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കറക്റ്റ് നല്ല റൗണ്ട് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മാവൊന്ന് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് കൂടി പോവരുത്, ഒരു 1.5 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ കയ്യിലാക്കിയിട്ടൊന്ന് തൂത്ത് കൊടുക്കാം.
ചെറിയതായിട്ട് വെള്ളം ഒന്ന് കയ്യിൽ നനച്ചിട്ട് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഈ ഒരു സൈഡ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് കയ്യിലെടുത്തിട്ട് ഈ ഒരു 2 ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിക്കുന്ന സമയത്ത് കയ്യിലൊന്ന് ചെറിയതായിട്ട് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ആ ഒരു അറ്റത്തും ചെറിയതായിട്ട് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ അത് വിട്ടു പോരാതെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ പരത്തി ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അത്യാവശ്യം എണ്ണ ഒന്ന് ചൂടായിട്ട് എടുക്കാണ്. ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ആ മാവൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ കോരി മാറ്റിയേക്കാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൊണ്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.